നമസ്കാരം. ബോൾ പെന്നുകൾ വർഷങ്ങളായി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഒഴിവാക്കാനാകാത്ത ഘടകമാണ്. നമ്മളെല്ലാവരും പേന പോക്കറ്റിൽ കുത്തുന്നു, ആവശ്യത്തിന് പേന എടുത്ത് എഴുതി വീണ്ടും പോക്കറ്റിൽ വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ മഷി തീരുമ്പോൾ നമ്മൾ റീഫില്ല് ചെയ്യുന്നു. ഇതൊന്നുമല്ലാതെ ഈ പേനയ്ക്ക് മറ്റു ചില പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യം നമ്മളാരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. സാധാരണ ബോൾ പെന്നുകളുടെയൊക്കെ ക്യാപ്പിൽ ഒരു സുഷിരം, ഒരു ദ്വാരം കാണാറുണ്ട്. ഇത് എന്തിനാണ് എന്നുള്ള കാര്യം നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ല. അതേസമയം ഇത് ശ്രദ്ധിക്കുന്ന പലരും കരുതിയിരുന്നത് ബോൾ പെന്നിൽ ഉപയോഗിക്കുന്ന മഷി കുറച്ച് കട്ടിയുള്ളതാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഏതെങ്കിലും ഒരു സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി വായു കയറാനെന്നോ മറ്റോ ആയിരിക്കാം ഈ സുഷിരം ഇട്ടിരിക്കുന്നതെന്നാണ് നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന് ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകൻ. 2022 സാക് ഡി എന്ന ഈ സംവിധായകൻ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിട്ടത്. അദ്ദേഹം ഒരു ചെറിയ വീഡിയോ തന്നെ നിർമ്മിച്ച് അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം ഏതാണ്ട് 31 ലക്ഷത്തോളം പേരാണ് ഇത് കണ്ടത്. പേനയുടെ ക്യാപ്പിലിട്ടിരിക്കുന്ന ആ ഒരു ദ്വാരം അത് മറ്റൊന്നിനുമല്ല, ഈ ക്യാപ്പ് അബദ്ധവശാൽ ആരെങ്കിലും എടുത്ത്, പ്രത്യേകിച്ച് കുട്ടികൾ വിഴുങ്ങിപ്പോയാൽ, ഇത് തൊണ്ടയിൽ കുടുങ്ങിയാൽ ചിലപ്പോൾ വലിയ അപകടകരമായ അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് ദ്വാരമിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അഥവാ തൊണ്ടയിൽ കുടുങ്ങിയാലും ശ്വാസോച്ഛ്വാസം ഈ ദ്വാരത്തിലൂടെ നടക്കും, അതൊരിക്കലും തടസ്സമാകില്ല എന്നാണ് ഇപ്പോൾ ഈ സംവിധായകൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അമേരിക്കയിൽ ഇപ്പോഴും വർഷത്തിൽ കുറഞ്ഞത് 100 പേരെങ്കിലും പേനയുടെ ക്യാപ്പ് തൊണ്ടയിൽ കുടുങ്ങി മരിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ഉദാഹരണമായി പല സംഭവങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്രിട്ടനിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിലെ ഒരു 13-കാരൻ കുട്ടി വീട്ടിൽ ഈസ്റ്റ് ചെയറിൽ കിടന്നുകൊണ്ട് അലക്ഷ്യമായി പേനയുടെ ക്യാപ്പ് കടിക്കുകയായിരുന്നു. പെട്ടെന്ന് കുട്ടി ഒന്ന് തെന്നി വീണപ്പോഴേക്കും ഈ ക്യാപ്പ് തൊണ്ടയിൽ കുടുങ്ങുകയും അത് ശ്വാസനാളത്തിലെത്തി 2 ദിവസം ആശുപത്രിയിൽ ഡോക്ടർമാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഈ ക്യാപ്പ് പുറത്തെടുക്കാതെ വരികയും അങ്ങനെ ഈ കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ഇക്കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പേനയുടെ ക്യാപ്പിലിടുന്ന ആ ഒരു സുഷിരം അത് വെറുതെ കാണാനല്ല, എങ്ങാനും തൊണ്ടയിൽ കുടുങ്ങിപ്പോയാൽ അത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്നുള്ളതാണ്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് പല കമൻറ്റുകളും വരുന്നത്. ചില ആളുകൾ പറയുന്നത് തനിക്കിതൊരു പുതിയ അറിവായിരുന്നു, താൻ പലതവണ കുട്ടിക്കാലത്ത് ഈ പേനയുടെ ക്യാപ്പ് കടിക്കുന്ന ശീലക്കാരനായിരുന്നു എന്ന്, കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതിൽ അത്ഭുതമില്ല എന്ന് പറയുന്നവരുമുണ്ട്. മാത്രമല്ല, ഈ ഡോക്യുമെൻ്ററിയിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. മറ്റൊരു വിഷയം കൂടി ഇതിൽ പറയുന്നത്, ചിലർ ഈ ബോൾ പെന്നുകൾ ഐലൈനറുകളായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പുരികമെഴുതാനും മറ്റും ഈ ബോൾ പെൻ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ വലിയ തോതിലുള്ള ഇൻഫെക്ഷനോ അലർജിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇതുകൊണ്ട് കണ്ണെഴുതുകയാണെങ്കിൽ ഒരുപക്ഷെ കണ്ണിൽ മുറിവേൽക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനും കഴിയുകയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഈ ബോൾ പെൻ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ബോൾ പെൻ നാളെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുക, ഈ ബോൾ പെൻ്റെ ക്യാപ്പിൽ അതിലൊരു സുഷിരമുണ്ട്, ഒരു ദ്വാരമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പാക്കുക. ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഇത് നമ്മുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം പേന കമ്പനികൾ ഒരുക്കിയിരിക്കുന്നത്.